ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് കപ്പയും മീനോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊരു മീൻകറി വെച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്ത് മുളക് പൊടിയൊന്നുമില്ല, ഞാൻ വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് എരിവ് വേണം എന്നുള്ളൊരു 10-15ഓളം വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ എണ്ണയിലോട്ട് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് കരിയാതെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കരിയാതെ വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി കുറച്ചധികം ഒരു 10ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള അതിനെക്കാട്ടി ചെറിയ ഉള്ളിയാണ് നല്ലത്. അത് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ മീൻകറി ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം കരിഞ്ഞു പോകാതെ നമുക്കത് രണ്ടും കൂടെ ആയിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഉള്ളിയും മുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കല്ലിലൊക്കെ വെച്ച് അരയ്ക്കുന്നതാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നല്ല പുളി, കറുത്ത പുളിയാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും ഇപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വരാം. അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോഴേക്കും നല്ല കൊഴുപ്പായിരിക്കും. ഈ വറ്റൽമുളക് നമ്മൾ ചേർത്ത് അരയ്ക്കുമ്പോഴേക്കും നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് തേങ്ങയുടെ അളവ് കൂടണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുത്ത്, ഒരുപാടങ്ങ് അരച്ച് കളയരുത്. ഒന്ന് തരിതരിപ്പായിട്ട് വേണം നമ്മൾ ആ തേങ്ങ ഇട്ടതിന് ശേഷം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു വെക്കാനുള്ള മീൻ കറി വെക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിലേക്ക് കൂട്ടുക. ഇതുപോലെയാണ്. ഒരുപാടങ്ങ് വടി അരിയേണ്ട ആവശ്യമില്ല. ഒന്ന് തരിതരിപ്പായിട്ട് വേണം നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങയ്ക്കയോ ടൊമാറ്റോയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിങ്ങനെ തന്നെ നമുക്ക് കറി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കപ്പ ചക്കക്കാലമൊക്കെ അല്ലേ. ഇപ്പോൾ ചക്കയും കപ്പയും ഒക്കെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ കറി വെച്ച് നോക്കണേ. ഇനി നമുക്കത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി കട്ടിയാണല്ലോ ഈ കറി. ഇനി നമുക്ക് നന്നായി, ഞാനിത് വാള മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് വാള എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കാം. ഇപ്പോൾ വാളയൊക്കെ കറി വയ്ക്കുമ്പോൾ അതിലേക്ക് നല്ല എരിവും പുളിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാളയ്ക്ക് നല്ല കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഓരോന്നായിട്ട് അതിലോട്ട് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അടിക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇനി അരയ്ക്കാൻ സമയത്ത് കുറച്ച് ഉലുവ കൂടെ ചേർത്തിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം ഞാനിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണല്ലോ. പച്ച മീൻ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് ആ മീൻകറിയുടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്